SSLC എക്സാമിന് കെമിസ്ട്രിയിൽ സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള പോർഷൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫൈൻഡ് ദി ഓക്സിഡേഷൻ നമ്പർ ഓഫ് Mn ഇൻ MnO2. ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ നമുക്കിവിടെ തന്നിട്ടുണ്ട്. Mnൻ്റെ ഓക്സിഡേഷൻ നമ്പർ തന്നിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ എക്സ് എന്ന് ഇട്ട് കൊടുക്കുന്നു. ഇവിടെ നമ്മൾ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എലമെൻറ്റുകളുടെ ഓക്സിഡേഷൻ നമ്പറുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് 0 ആയിരിക്കും. അങ്ങനെ തന്നിട്ടുള്ള വാല്യൂസ് അപ്ലൈ ചെയ്തതിലൂടെ നമുക്ക് തന്നിട്ടില്ലാത്ത എലമെൻറ്റിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ സാധിക്കും. ആൽക്കീൻ ആൽക്കൈനുകളുടെ ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ആയിട്ടും ഇക്വേഷൻ തന്നാൽ അത് ആൽക്കീനാണോ ആൽക്കൈനാണോ എന്ന് കണ്ടുപിടിക്കാനുമുള്ള ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് SSLC എക്സാമിന് ചോദിക്കാറുള്ളതാണ്. അതിൻ്റെ എക്സാമ്പിൾസും നമ്മളിവിടെ തന്നിട്ടുണ്ട്. ഹൈഡ്രോ കാർബണുകളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന മറ്റൊരു ചോദ്യമാണ് ലോങ്ങസ്റ്റ് ചെയിൻ കണ്ടുപിടിക്കുക. ലോങ്ങസ്റ്റ് ചെയിൻ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് നമ്പർ ഇട്ട് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും വലിയ നമ്പർ വരുന്നതായിരിക്കും ലോങ്ങസ്റ്റ് ചെയിൻ. ഇവിടെ ലോങ്ങസ്റ്റ് ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 6. അഡീഷൻ റിയാക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള എളുപ്പമാർഗം ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ടായിട്ട് മാറുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഈഥെയിനായിട്ട് മാറുന്നു. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഹൈഡ്രജന് പകരം അവിടെ ക്ലോറിൻ വരുന്നു. ബൈ പ്രോഡക്റ്റ് HCl വരുമ്പോൾ തന്നെ അത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആവും. കമ്പേർഷൻ എന്ന് പറഞ്ഞാൽ കത്തുക എന്നാണ് അർത്ഥം. കത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റുകൾ എന്ന് പറയുന്നത് വാട്ടർ, ഹീറ്റ്, കാർബൺ ഡൈ ഓക്സൈഡ് ഇവയാണ്. അപ്പോൾ പ്രോഡക്റ്റ് സൈഡിലെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഹീറ്റും വന്നാൽ അത് കമ്പേർഷൻ റിയാക്ഷൻ ആയിരിക്കും. തെർമൽ ക്രാക്കിംഗ്, ഇവിടെ എക്സാമ്പിൾ വന്നിരിക്കുന്നത് പ്രൊപ്പൈനാണ്. പ്രൊപ്പൈൻ തെർമൽ ക്രാക്ക് കഴിയുമ്പോൾ അത് 2 പ്രോഡക്റ്റുകളായിട്ട് മാറിയാൽ അത് തെർമൽ ക്രാക്കിംഗ് ആവും. ഇവിടെ ഈഥീനും മീഥേനുമായിട്ടാണ് മാറുന്നത്. പോളിമറൈസേഷൻ കണ്ടാൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്പർ ഓഫ് മോണോമർ എന്നുള്ളത് നമുക്കിവിടെ തന്നിരിക്കും. ആ നമ്പർ ഓഫ് മോണോമർ കണ്ടാൽ അത് പോളിമറൈസേഷൻ ആവും. അതേപോലെ തന്നെ ഈ ബ്രാക്കറ്റും പോളിമറൈസേഷൻ്റെ സിമ്പലാണ്. ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറയുന്നത് 3 സാഹചര്യങ്ങളിൽ മാത്രമാണ്. ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുമ്പോഴും, പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോഴും, അമോണിയ അല്ലെങ്കിൽ പ്രോഡക്റ്റ് സിസ്റ്റത്തിൽ നിന്ന് റിമൂവ് ചെയ്യുമ്പോഴും, ഈ 3 സാഹചര്യത്തിൽ മാത്രമാണ് ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഇൻക്രീസ് ചെയ്യുന്നത്.